നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രതി ചേർത്ത ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ അറസ്റ്റിനുള്ള വിലക്ക് നീട്ടി ഹൈക്കോടതി. കേസ് വീണ്ടും പരിഗണിക്കുന്ന ഈ മാസം 25 ചൊവ്വാഴ്ച വരെയാണ് ജസ്റ്റിസ് കെ ബാബു അറസ്റ്റ് തടഞ്ഞിട്ടുള്ളത്. ജയശ്രീയുടെ ഹർജിയിൽ മറുപടി സമർപ്പിക്കാൻ സർക്കാർ കൂടുതൽ സമയം തേടി. പ്രത്യേക അന്വേഷണ സംഘാംഗം കോടതിയിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇതിന് പിന്നാലെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് ഈ നവംബർ 14 ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞു. ആ ഉത്തരവാണ് അടുത്ത ചൊവ്വാഴ്ചയിലേക്ക് നീട്ടിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SIT 4ാം പ്രതിയായാണ് മുൻ തിരുവാഭരണം കമ്മീഷണർ കൂടിയായ ജയശ്രീയെ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മിനിറ്റ്സ് തിരുത്തി 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് ജയശ്രീ സ്വർണ്ണപ്പാളികൾ കൈമാറിയെന്നാണ് SIT കണ്ടെത്തൽ. എന്നാൽ താൻ നിരപരാധിയാണെന്നും ഒരു തരത്തിലുമുള്ള ക്രമക്കേടുകളും നടത്തിയിട്ടില്ല എന്നുമാണ് ജയശ്രീയുടെ വാദം. 2017 ജൂലൈ മുതൽ 2019 ഡിസംബർ വരെ ജയശ്രീയായിരുന്നു ദേവസ്വം ബോർഡ് സെക്രട്ടറി. അതിനുശേഷം 2020 മെയ്യിൽ വിരമിക്കുന്നതുവരെ തിരുവാഭരണ കമ്മീഷണറായും പ്രവർത്തിച്ചു. തന്റെ 38 വർഷത്തെ കരിയറിൽ ഒരിക്കൽ പോലും അച്ചടക്ക നടപടി പോലും നേരിടേണ്ടി വന്നിട്ടില്ലെന്നും സെക്രട്ടറി എന്ന നിലയിൽ ബോർഡിന്റെ തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നും ജയശ്രീ പറയുന്നു. മോശം ആരോഗ്യാവസ്ഥയും ഇവർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനും CPIM നേതാവുമായ A. പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തേക്കുമെന്ന വാർത്ത CPM-ന് തന്നെ വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു ഉന്നതൻ കൂടി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വലിയ തിരിച്ചടിക്ക് വഴിയൊരുങ്ങുമോ എന്നാണ് CPIM ഭയക്കുന്നത്. തെക്കൻ ജില്ലകളിൽ വൻ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ഇടതു മുന്നണിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തിരിച്ചടിയാകുമെന്നാണ് ആശങ്ക. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ SIT നോട്ടീസ് നൽകിയെങ്കിലും A. പത്മകുമാർ ഇതുവരെയും അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരായിരുന്നില്ല. തുടർച്ചയായി ഹാജരാകാതെ വന്ന സാഹചര്യത്തിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നതിനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. മുൻ അധ്യക്ഷനായ N. വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടത് CPIM-ന് കടുത്ത തലവേദനയായി മാറിയതിന് തൊട്ടു പിന്നാലെയാണ് പത്മകുമാറും കുരുക്കിലായത്. പത്തനംതിട്ട മുൻ MLA-യും CPIM നേതാവുമായ പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് പാർട്ടിക്ക് കടുത്ത ക്ഷീണമെന്നാണ് ഉണ്ടാക്കുക. ഇതിനിടയിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുവാൻ ED എത്തുവാനുള്ള സാധ്യതയും തെളിയുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന വാർത്തകൾ LDF-നെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഉണ്ണികൃഷ്ണൻ പൊറ്റി, മുരാരി ബാബു തുടങ്ങിയവർ അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ കേസ് അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നുവെന്നായിരുന്നു CPM കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചത്. എന്നാൽ അന്വേഷണം കൂടുതൽ പ്രമുഖരിലേക്ക് നീങ്ങുന്നത് പാർട്ടി കേന്ദ്രങ്ങളെ ഞെട്ടിക്കുകയാണ്. കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്താണ് ശബരിമല യുവതി പ്രവേശന വിവാദം ആളിക്കത്തിയത്. പന്തളം നഗരസഭാ ഭരണം BJP പിടിച്ചതടക്കം കേരളത്തിൽ BJPക്ക് രാഷ്ട്രീയമായി വൻ മുന്നേറ്റമുണ്ടാക്കുവാൻ ശബരിമല വിഷയം വഴി തുറന്നിരുന്നു. 5 വർഷത്തിനു ശേഷം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് കാലമായപ്പോഴേക്കും വിവാദങ്ങൾ മാറിയിരിക്കുന്നു. ആചാര ലംഘനം എന്നതിൽ നിന്ന് മാറി സ്വർണ്ണമോഷണ വിവാദം ദേവസ്വം ബോർഡിനെയും സംസ്ഥാന സർക്കാരിനെയും കടുത്ത പ്രതിരോധത്തിലേക്കാണ് തള്ളിവിട്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനിരിക്കുന്ന 2ാമത്തെ പ്രമുഖനാണ് A. പത്മകുമാർ. മുൻ അധ്യക്ഷനായിരുന്ന N. വാസുവിനെ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് ചെയ്തിരുന്നു. സ്വർണ്ണക്കൊള്ള കണ്ടെത്തിയ ആദ്യ നാളുകളിൽ തന്നെ A. പത്മകുമാർ സംശയനിഴലിലായിരുന്നുവെങ്കിലും പത്മകുമാറിലേക്ക് അന്വേഷണ സംഘം എത്തിയത് ഈ അടുത്ത ദിവസങ്ങളായിരുന്നു. സ്വർണ്ണപ്പാളിയെ ചെമ്പെന്ന് രേഖപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിലാണ് N. വാസു അറസ്റ്റിലായത്. പത്മകുമാർ ദേവസ്വം അധ്യക്ഷൻ എന്ന നിലയിൽ സ്വത്ത് സമ്പാദിച്ചെന്നും സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയതിന് പിന്നിൽ വൻ തിരിമറി നടന്നതായും അന്വേഷണ സംഘത്തിന് തെളിവ് ലഭിച്ചതോടെ പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. സ്ഥാനമൊഴിഞ്ഞ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്തും അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന ആശങ്കയിലാണ് CPIM. N. വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ പ്രതിരോധം തീർക്കാൻ CPIM-ന് മുന്നിൽ വഴികൾ ഉണ്ടായിരുന്നില്ല. ഇതിന് തൊട്ടു പിന്നാലെ പത്മകുമാറിനെതിരെയുള്ള നീക്കം അന്വേഷണ സംഘം ഘടിപ്പിച്ചു. ശബരിമല യുവതി പ്രവേശന വിവാദം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റിന്റെ ചുമതല വഹിച്ചിരുന്നത് A. പത്മകുമാറായിരുന്നു. സർക്കാർ നയത്തിനെതിരായിരുന്നു പത്മകുമാറെങ്കിലും CPIM-നേക്കാൾ നിലപാടുകൾ അംഗീകരിക്കുകയായിരുന്നു പാർട്ടി നേതൃത്വം. മുൻ MLA കൂടിയായ A. പത്മകുമാർ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അത് CPIM-നെ കടുത്ത പ്രതിരോധത്തിൽ തന്നെയാക്കും.